ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരിയായിട്ടാണ്. ഉരുളക്കിഴങ്ങ് ഫ്രൈ, പൊട്ടാറ്റോ ഫ്രൈ എന്നൊക്കെ പറയാം. ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ? ഇത് ഞാൻ ഉള്ളിച്ചമ്മന്തി ചേർത്താണ് പ്രിപ്പയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും ഉള്ളിച്ചമ്മന്തിയും ചേർത്ത് എങ്ങനെയാണ് ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. ഏകദേശം ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അടുപ്പത്ത് വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങ് ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് തിളച്ചു കേട്ടോ. സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് തിളപ്പിക്കുന്നത്. 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചു കേട്ടോ. ഫുൾ വേവരുത്, ഏകദേശം ഒരു പകുതി വേവേ ആവാൻ പാടുള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. എല്ലാ ഉരുളക്കിഴങ്ങും വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി. പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ്, പകുതി വേവിച്ച ഉരുളക്കിഴങ്ങാണിത്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉള്ളി മുളകും കൂടി അരച്ചെടുത്ത മിശ്രിതമാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളിച്ചമ്മന്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിയും മുളകും ഉപ്പും കൂടി അരച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിച്ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. 2 തരം ഉള്ളിച്ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉള്ളിച്ചമ്മന്തി ഈ പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഉള്ളിച്ചമ്മന്തിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഉള്ളിച്ചമ്മന്തി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാളയും മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലിനി വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. എണ്ണയിൽ കിടന്നിട്ട് ഇതിങ്ങനെ മൊരിഞ്ഞ് കിട്ടണം. ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഇങ്ങനെ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടണം കേട്ടോ. വെള്ളമില്ലാത്തത് കൊണ്ട് അടി പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്നും കൂടി ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് കൂടുമ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഉപ്പ് പാകം നോക്കണം. നിങ്ങളിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ചേർക്കുമ്പോൾ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി എല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങാണെങ്കിലും അതിൽ നമ്മൾ ചേർത്ത ഉള്ളി മുളക് അരച്ചതാണെങ്കിലും ഒക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ല പാകമായി. ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടെങ്കിൽ നമുക്ക് ഒരല്പം മോരും കൂട്ടിയാൽ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനൊരു വിഭവം നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.